ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം തടവുകാരെ ഹമാസ് ഭീകരർ റെഡ് ക്രോസ് സംഘടനയ്ക്കാണ് കൈമാറിയത്. അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങളാണ് അവിടെ നടന്നത്. മുഖം മുഴുവൻ മൂടിക്കെട്ടിയാണ് ഹമാസ് ഭീകരർ ബന്ദികളെ കൈമാറാൻ എത്തിയത്. 3 പേരെയാണ് ആദ്യഘട്ടമായി കൈമാറിയത്. ചുറ്റിലും കറുത്ത വസ്ത്രമണിഞ്ഞ് അതിനുശേഷം മുഖം മുഴുവൻ മൂടിക്കെട്ടി ഹമാസിന്റെ ചിഹ്നം സൂചിപ്പിക്കുന്ന ഒരു റിബൺ തലയിൽ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗ്ലാസും വെച്ചിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്തു കാണാത്ത രീതിയിലാണ് ഹമാസ് എത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ആദ്യഘട്ടമായിട്ടാണ് 3 പേരെ ഇത്തരത്തിൽ കൈമാറിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. റെഡ് ക്രോസ് വാഹനത്തിലേക്ക് ബന്ദികളെ എത്തിക്കുന്ന ഹമാസ് തോക്കുകളുമായിട്ടാണ് എത്തിയത്. ആയുധധാരികളായ ഹമാസ് മുദ്രാവാക്യം വിളിക്കുന്നതും ആർപ്പുവിളികൾ നടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ 417 ദിവസം ഹമാസിന്റെ തടവിൽ കഴിഞ്ഞിരുന്ന ബന്ദികളാണ് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബന്ദികളെ കൊണ്ടുവരികയെന്ന വാഹനത്തിനുള്ളിൽ നിന്നും തല പുറത്തേക്കിട്ട് ഹമാസ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ബന്ദികളെ വാഹനത്തിൽ നിന്ന് പുറത്തെത്തിച്ച് റെഡ് ക്രോസിന്റെ വാഹനത്തിലേക്ക് അവരെ കയറ്റാൻ നന്നേ ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ ആരോഗ്യനില ഡോക്ടർമാർ പരിശോധിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ പ്രകാരം ദിവസവും 3 ബന്ദികളെയാണ് മോചിപ്പിക്കുന്നത്. 95ഓളം പാലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ സൈന്യം കൈമാറി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന്റെ തൊട്ടു പിന്നാലെ ഹമാസ് തോറ്റ് തുന്നം പാടിയതൊക്കെ മറന്ന് ഗാസയിലെ തെരുവുകളിൽ ആഹ്ലാദ പ്രകടനവും നടത്തിയിട്ടുണ്ട്. AK-47 തോക്കുകളും ഹമാസിന്റെ പച്ച പതാകയും ഉയർത്തിക്കാട്ടിയായിരുന്നു ഇവർ പ്രകടനം നടത്തിയത്. ജൂതന്മാരെ എടുക്കാൻ മുഹമ്മദിന്റെ സേന എത്തുന്ന ആർപ്പ് വിളികളോടെയാണ് ഇവർ പ്രകടനം നടത്തിയത്. ഇത് വീണ്ടും ഇസ്രായേലിനുള്ള ഒരു സൂചനയാണ്. ഖത്തറും ഈജിപ്തും അമേരിക്കയും എല്ലാം മുൻകൈയെടുത്ത് നടത്തിയ സമാധാന ചർച്ചകളെ കളിയാക്കുന്ന തരത്തിലാണ് ഹമാസ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പലരും ആരോപിക്കുന്നത്. ഹമാസ് തലവനായിരുന്ന കൊല്ലപ്പെട്ട യഹ്യ സിൻവറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ വീണ്ടും ഹമാസിനെ പ്രവർത്തന സജ്ജമാക്കാൻ ശ്രമം നടത്തുന്നതായും സൂചനയുണ്ട്. അതാണ് ഹമാസിന്റെ ഈ ഒരു മുദ്രാവാക്യങ്ങളിലൂടെ തെളിഞ്ഞു കാണുന്നത്. ഏതായാലും സിൻവറിന്റെ ശരീരമടക്കം ഇപ്പോഴും ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല. അതിനെ ചൊല്ലിയും കരാറിന്റെ സമയത്ത് വിലപേശൽ നടന്നിരുന്നു. പക്ഷേ നിലവിൽ യഹ്യ സിൻവറിന്റെ ശരീരം വിട്ടു നൽകുന്നതിനുള്ള യാതൊരു നീക്കങ്ങളും ഇസ്രായേൽ നടത്തുന്നില്ല. ഇത്തരത്തിൽ ആയുധങ്ങളുമായി ഹമാസ് പ്രകടനം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഒരുപാട് ചർച്ചകൾക്കൊടുവിലും പരാജയങ്ങൾക്കൊടുവിലും വീണ്ടുമാണ് ആവർത്തിച്ച് നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറും അതുപോലെ തന്നെ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നീക്കം നടന്നത്. ഹമാസ് വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ് എന്നതിന്റെ സൂചനയായി ഇതിനെ കണക്കാക്കേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്.